ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്യാൻസർ കേൾക്കുമ്പോൾ തന്നെ ഭയം തോന്നുന്ന ഒരു വാക്ക്. ചികിത്സകൾ ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഈ രോഗം നമുക്ക് നൽകുന്ന മാനസികാഘാതം, സാമ്പത്തിക ആഘാതം എന്നിവ വളരെ വലുതാണ്. ക്യാൻസർ ചികിത്സയിൽ പല വഴികളുണ്ട്. ശസ്ത്രക്രിയ, റേഡിയേഷൻ, കീമോതെറാപ്പി, അങ്ങനെ പലതും. ഇതിൽ കീമോതെറാപ്പി പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റായി എടുക്കേണ്ട ഒരു ചികിത്സാ രീതിയായിരുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനും എളുപ്പമായിരുന്നു. ക്യാഷ്ലെസ് സൗകര്യം വരെ പല പോളിസികളിലും ഉണ്ടായിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ ചികിത്സാ രീതികളും മാറി. ഇപ്പോൾ ഓറൽ കീമോതെറാപ്പി ലഭ്യമാണ്. അതായത് ഗുളിക രൂപത്തിൽ വീട്ടിലിരുന്ന് തന്നെ കഴിക്കാവുന്ന കീമോതെറാപ്പി. ഇതൊരുപാട് സൗകര്യപ്രദമാണെന്നതിൽ സംശയമില്ല. പക്ഷേ ഇൻഷുറൻസിന്റെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളുണ്ട്. ഓറൽ കീമോതെറാപ്പിക്ക് ക്യാഷ്ലെസ് ഇൻഷുറൻസ് കിട്ടുമോ എന്നതാണ് പലരുടെയും ചോദ്യം. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. സാധാരണയായി ഓറൽ കീമോതെറാപ്പിക്ക് ക്യാഷ്ലെസ് സൗകര്യം ഉണ്ടാകില്ല. പഴയ രീതിയിലുള്ള കീമോതെറാപ്പി ആശുപത്രിയിൽ വെച്ച് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ ആശുപത്രിയുമായി നേരിട്ട് പണം കൈമാറ്റം ചെയ്യും. അതായിരുന്നു ക്യാഷ്ലെസ് സൗകര്യം. എന്നാൽ ഓറൽ കീമോതെറാപ്പി വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ സൗകര്യം ലഭ്യമല്ല. അതിന് ചില കാരണങ്ങളുണ്ട്. 1. മരുന്നുകൾ വീട്ടിലിരുന്നു കൊണ്ട് വാങ്ങുമ്പോൾ അതിന്റെ ബില്ലുകൾ കൃത്യമായി സൂക്ഷിക്കണം. 2. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, മറ്റു രേഖകൾ എന്നിവ ഇൻഷുറൻസ് കമ്പനിക്ക് നൽകി ക്ലെയിം ചെയ്യണം. ഇതൊരു തരം റീഇംബേഴ്സ്മെന്റ് പ്രോസസ്സാണ്. റീഇംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പലർക്കും സംശയമുണ്ടാകാം. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മരുന്നിന്റെ പണം നൽകണം. എന്നിട്ട് നിങ്ങളുടെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ബില്ലുകൾ, ചികിത്സയുടെ റിപ്പോർട്ട് എന്നിവയെല്ലാം ഇൻഷുറൻസ് കമ്പനിക്ക് നൽകി ക്ലെയിം ചെയ്യണം. അവർ അത് പരിശോധിച്ച് നിങ്ങളുടെ പോളിസിയിൽ പറഞ്ഞിട്ടുള്ള തുക നിങ്ങൾക്ക് തിരികെ നൽകും. ഇതാണ് റീഇംബേഴ്സ്മെന്റ്. ക്യാഷ്ലെസ് അല്ലെങ്കിലും റീഇംബേഴ്സ്മെന്റ് വഴി നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ആനുകൂല്യം ലഭിക്കും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 2019 IRDAI, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ പുതിയ നിയമങ്ങൾ പ്രകാരം ഓറൽ കീമോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, റോബോട്ടിക് സർജറി തുടങ്ങിയ എല്ലാ ആധുനിക ചികിത്സാരീതികളും ആരോഗ്യ ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓറൽ കീമോതെറാപ്പിക്ക് ഇൻഷുറൻസ് ലഭിക്കാനുള്ള നിങ്ങളുടെ അവകാശം ഉറപ്പാണ്. ഇനി റീഇംബേഴ്സ്മെന്റ് കിട്ടാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായി ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നിർബന്ധമാണ്. ഡോക്ടർ ഈ മരുന്ന് അത്യാവശ്യമാണെന്ന് പ്രിസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കണം. രണ്ടാമതായി മരുന്നിന്റെ ഒറിജിനൽ ബില്ലുകൾ സൂക്ഷിക്കണം. ഫാർമസിയിൽ നിന്ന് വാങ്ങുമ്പോൾ അവരുടെ സ്റ്റാമ്പും ഒപ്പും ബില്ലിലുണ്ടായിരിക്കണം. മൂന്നാമതായി ക്ലെയിം അപേക്ഷയിൽ എല്ലാ രേഖകളും വെക്കണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ, ബില്ലുകൾ, ഡിസ്ചാർജ് സമ്മറി, അതായത് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നൽകുന്ന രേഖ, മറ്റെന്തെങ്കിലും റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതും. നാലാമതായി ചികിത്സയുടെ ആവശ്യം തെളിയിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വെക്കണം. ഇതൊരുപാട് പ്രധാനമാണ്. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ കൂടുതൽ വിവരങ്ങൾ ആവശ്യപ്പെട്ടേക്കാം. അഞ്ചാമതായി ക്ലെയിമിന്റെ സ്റ്റാറ്റസ് ഇടയ്ക്കിടെ അന്വേഷിക്കണം. അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് എവിടെയെത്തി, എന്തായി എന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ചില പോളിസികളിൽ സബ് ലിമിറ്റ് ഉണ്ടാവാം. അതായത് ഓരോ തരം ചികിത്സയ്ക്കും ഇത്ര തുകയെ കിട്ടൂ എന്ന് ഒരു പരിധി വെച്ചിട്ടുണ്ടാവാം. ഉദാഹരണത്തിന് കീമോതെറാപ്പിക്ക് ഇത്ര ശതമാനം, സർജറിക്ക് ഇത്ര ശതമാനം എന്നിങ്ങനെ. ഓറൽ കീമോതെറാപ്പിക്ക് ഒരു പ്രത്യേക സബ് ലിമിറ്റ് ഉണ്ടോ എന്നും നിങ്ങളുടെ പോളിസിയിൽ അതെത്രയാണെന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നിങ്ങൾ അടയ്ക്കുന്ന പ്രീമിയത്തിനനുസരിച്ച് ഈ സബ് ലിമിറ്റുകൾ വ്യത്യാസപ്പെടാം. ക്യാൻസർ ചികിത്സയ്ക്ക് ഒരുപാട് പണം ചിലവാകും. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഓറൽ കീമോതെറാപ്പി ഇൻഷുറൻസിലുണ്ട്, പക്ഷേ ക്യാഷ്ലെസ് ആയിരിക്കില്ല. റീഇംബേഴ്സ്മെന്റ് രീതിയിലാണ് പണം ലഭിക്കുക. സബ് ലിമിറ്റുകളെ കുറിച്ചും അറിയുക. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിയുമായി നേരിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. ഇൻഷുറൻസിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുന്നത് ചികിത്സാ സമയത്ത് ഒരുപാട് സഹായകമാകും. പേടിയില്ലാതെ ചികിത്സയെ സമീപിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.